ധർമ്മക്ഷേത്രയുടെ 4-ാം ഭാഗം അച്ചൻകോവിൽ ആണ്ടവന്റെ കാവലാളായ കറുപ്പ് സ്വാമിയുടെ കോവിലിലേക്കാണ് യാത്ര. കറുപ്പ് സ്വാമി ശ്രീധർമ്മശാസ്താവിന്റെ ആജ്ഞാനുവർത്തിയും അംഗരക്ഷകനുമായിട്ടാണ് കരുതപ്പെടുന്നത്. ശാസ്താവിന് പന്തളം കൊട്ടാരം എന്ന പോലെ കറുപ്പ് സ്വാമിക്ക് തമിഴ്നാട്ടിലെ ശങ്കരൻ കോവിലാണ് ആസ്ഥാനം. അവിടെ ശൈവവിള സമുദായത്തിൽ ജനിച്ചു വളർന്ന കറുപ്പ് സ്വാമി പാണ്ഡ്യ രാജാക്കന്മാരുടെ കാലത്ത് തന്നെ കേരളക്കരയിൽ എത്തുകയും മണികണ്ഠ സ്വാമിയുടെ പരിചാരകനായി ഒപ്പം കൂടുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം. അയ്യപ്പന്റെ കാവൽ ദൈവമാണ് കറുപ്പസ്വാമി. അതിശക്തനായ ദൈവമാണ് കറുപ്പസ്വാമി. അയ്യപ്പനെ പരിപൂർണമായും കാത്തു സംരക്ഷിക്കുന്നത് കറുപ്പസ്വാമിയാണ്. നമ്മുടെ ആചാരപ്രകാരം ആദ്യം കറുപ്പസ്വാമിയെ കണ്ട് പ്രാർത്ഥിച്ചിട്ട് അയ്യപ്പനെ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അതിന് കഴിയാത്തവരുണ്ടെങ്കിൽ അച്ചൻകോവിൽ ക്ഷേത്രത്തിൽ വരുമ്പോൾ അതിന് കഴിയാത്തവരുണ്ടെങ്കിൽ അയ്യപ്പനെ കണ്ട് പ്രാർത്ഥിച്ചിട്ടായാലും കറുപ്പസ്വാമിയെ കണ്ട് പ്രാർത്ഥിച്ചിട്ട് മടങ്ങാവും. എങ്കിലേ നമ്മുടെ പ്രാർത്ഥന പൂർണ്ണമാകുന്നുള്ളൂ. തമിഴ് ആചാരപ്രകാരം തമിഴ്നാട്ടിൽ ശങ്കരൻകോവിൽ പിറന്നാണ് കറുപ്പസ്വാമി. ശങ്കരൻകോവിലാണ് കറുപ്പസ്വാമിയുടെ പിറവി. അയ്യപ്പൻ പന്തളത്ത് വളർന്നാണ്, ജനിച്ചു വളർന്നാണ്. ഉപദേവന്മാരെന്ന് പറയുമ്പോൾ തമിഴ് ആചാരപ്രകാരമുള്ള ഉപദേവന്മാരാണ്. ചേപ്പാറ മുണ്ടപ്പാറ സ്വാമിയുടെ ജനനം ഇവിടെ തന്നെ അച്ചൻകോവിൽ തന്നെയാണ്. ആ കാണുന്നതാണ് ചേപ്പാറ മുണ്ടപ്പാറ. രണ്ടാമത് ചാപ്പാണി മാടസ്വാമി, കളമാടസ്വാമി. കളമാടസ്വാമി എന്ന് പറയുമ്പോൾ ശരീരം മനുഷ്യരൂപവും തല കാളയുടെ രൂപമാണ് കളമാടസ്വാമി. കൊച്ചുട്ടാസ്വാമി. കറുപ്പസ്വാമിയുടെ ഒരു ഉപദേവനുണ്ട് മാടൻകോവിൽ. അത് ആ ക്ഷേത്രത്തിന് തൊട്ടുതാഴെ പ്രത്യേകമായ കോവിലാണ്. അത് മാടൻ തമ്പുരാന് രാവിലെ നിവേദ്യം കൊടുത്ത് അഭിഷേകം നടത്തി നിവേദ്യം കൊടുത്ത് ഉറങ്ങുകയാണ്. കൂട്ടുകാരാണ് ക്ഷേത്രം. ഇവിടുത്തെ പ്രധാന നൂൽജപം. അതെ, നൂൽജപമുണ്ട്. കറുപ്പസ്വാമിയുടെ പാദപൂജ ചെയ്യുന്ന ചടങ്ങാണ്. കണ്ണുദോഷം, ദൃഷ്ടിദോഷം, അങ്ങനെയുള്ള പേടി, ഭയം അങ്ങനെയൊന്നും ഉണ്ടാവില്ല. കയറ് കിട്ടുന്ന ചരട് കിട്ടിക്കഴിഞ്ഞാൽ ചരട് പാദപൂജ ചെയ്താൽ പേര് പ്രത്യേകം ആളോ പേരോ ആവശ്യമില്ല. മഹിഷി വിമർത്തന കർമ്മം നടത്താൻ പോകുന്ന അയ്യപ്പനെ സഹായിക്കാൻ മഹാദേവൻ കുശപ്പുലിൽ നിന്നും സൃഷ്ടിച്ച ശക്തിയാണ് കറുപ്പുസ്വാമി എന്നും മറ്റൊരു ഐതിഹ്യമുണ്ട്. ഇതുകൂടാതെ ശ്രീരാമന്റെ പുത്രനായ കുശന്റെ പുനർജന്മമാണെന്നും പറയപ്പെടുന്നു. ഇതെല്ലാം വായ്മൊഴിയും ഐതിഹ്യങ്ങളുമാണ്. ഏതായാലും ധർമ്മശാസ്താവിന്റെ ശ്രീകോവിൽ കവാടത്തിലേക്ക് നോക്കി ജാഗ്രതയുടെ ഒറ്റ ഇരിപ്പാണ് കറുപ്പുസ്വാമി. കൂട്ടിന് കറുപ്പായി അമ്മയുമുണ്ട്. അതുകൊണ്ട് തന്നെ അച്ചൻകോവിൽ വരുന്ന ഭക്തജനങ്ങൾ അറിയേണ്ടതായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ആദ്യം കറുപ്പുസ്വാമി അമ്പലത്തിൽ തൊഴുത് അനുഗ്രഹവും അനുവാദവും വാങ്ങിയ ശേഷം മാത്രം ധർമ്മശാസ്താവിനെ കാണാവൂ എന്നതാണ്. അതാണ് സ്വാമിയുടെ അഭീഷ്ടവും. അച്ചൻകോവിൽ ആണ്ടവന്റെ പ്രീതിയും അനുഗ്രഹവും പരിപൂർണമായി അനുഭവവേദ്യമാകണമെങ്കിൽ ആദ്യം കറുപ്പുസ്വാമി അമ്പലത്തിൽ തൊഴുത് അനുഗ്രഹവും അനുവാദവും വാങ്ങി തന്നെ വരണം. എന്നാൽ ഇവിടെ വരുന്ന പലർക്കും ഇത് അറിയില്ല എന്നതാണ് വസ്തുത. മണികണ്ഠസ്വാമിക്ക് ചാർത്തുന്ന പൂമാലകൾ പിറ്റേന്ന് കറുപ്പുസ്വാമിക്ക് ചാർത്തുന്നു. നിവേദ്യത്തിനും പൂജകൾക്കുമുള്ള എല്ലാ സാധനങ്ങളും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ശാസ്താക്ഷേത്രത്തിൽ നിന്നും പകരുന്ന ദീപങ്ങളാണ് കറുപ്പുസ്വാമി അമ്പലത്തിലെ ദീപങ്ങളിൽ തെളിയിക്കുന്നത്. പകർന്നെടുക്കുന്ന ദീപങ്ങളാണ് അവിടെ തെളിയിക്കുന്നത്. കറുപ്പുസ്വാമിയുടെ പ്രാധാന്യം എത്രമാത്രം വലുതാണെന്ന് ഇതിൽ നിന്നും മനസ്സിലാക്കാം. കറുപ്പുസ്വാമി കോവിലുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശേഷങ്ങൾ അടുത്ത ഭാഗത്തിൽ. വീഡിയോ ഷെയറും ലൈക്കും ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ പേജ് ഫോളോ ചെയ്യുക. എം ഹരീന്ദ്രൻ, ഫൈറ്റർ TV.